സിബി മലയിൽ സാറ്. സാറിൻ്റെ അടുത്തൊക്കെ പോയി നിൽക്കുമ്പോൾ എനിക്ക് വല്ലാത്തൊരു ഫീലാണ്. സാറിൻ്റെയൊക്കെ എൻ്റെ കുട്ടിക്കാലം മനോഹരമാക്കിയത് കളറാക്കിയത് സാറാണ്. റിപ്പീറ്റ് വയലേഷൻ വന്നു ഒരു നെറ്റ്ഫ്ലിക്സിൻ്റെ. അപ്പോൾ റിപ്പീറ്റ് വയലേഷൻ വന്നപ്പോഴത്തേക്ക് ഗ്രൂപ്പ് പെട്ടെന്ന് അങ്ങ് ഡിസേബിളായി. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര പാനിക്കായി. ഞങ്ങളുടെ വേർപ്പാണ് ആ ഗ്രൂപ്പ്. ബി ഉണ്ണികൃഷ്ണൻ സാറിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ വീണ്ടും ദ സിനിഫൈൽ എന്ന പേരിൽ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു. നമ്മൾ എന്തെങ്കിലും ഒരു പോസ്റ്റ് ഇടുമ്പോൾ ഒരു 1000 ലൈക്ക് കിട്ടുക, അതായിരുന്നു സത്യം പറയാൻ എൻ്റെ ഉദ്ദേശം. അല്ലാതെ അതിനപ്പുറം ഒരു ഉദ്ദേശവും ഇല്ല. അതിവിടെ പറയാമോ എന്ന് എനിക്കറിഞ്ഞൂടാ. ദിലീപേട്ടൻ്റെ ഇൻസിഡൻറ്റ്, നീ എനിക്കിതിലൊന്നും പറയരുത്, ഞാൻ സിനിമയ്ക്കകത്ത് വർക്ക് ചെയ്യുന്ന ഒരാളാണ്, നിനക്കൊരു ഓഫീസിൽ KCB ജോലി ഉണ്ടല്ലോ, നീ ഇത് ഒക്കെ പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നടനാണ് ആദ്യമായിട്ട് ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പോയി കാണുന്നത്. ഏറ്റവും ഇഷ്ടപ്പെട്ട നടൻ ലാലേട്ടനാണ്. സത്യം പറഞ്ഞാൽ പറയുന്നത് മോശമാണ്, ലാലേട്ടൻ്റെ ദൃശ്യം 2 ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ വെൽക്കം ടു മെട്രോ മാറ്റ്നി ബിഗ് ചേട്ടാ. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ സിനിഫൈലിനെ കുറിച്ച് അറിയാത്തവരായിട്ട് ആരുമില്ല എങ്കിൽ പോലും ഇന്ന് നമ്മൾ മലയാള സിനിമയിൽ ഒരുപാട് താരങ്ങൾ ഉയർന്നു വരികയാണ്. അതുപോലെ തന്നെ യുവാക്കളാണ് ഏറ്റവും കൂടുതൽ സിനിഫൈലിൽ ഉള്ളതെന്ന് തോന്നുന്നു, അല്ലെ? അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് എന്താണ് സിനിഫൈൽ, അതിന്റെ ഒരു തുടക്കത്തെ കുറിച്ച് നമ്മൾ എന്തായാലും ഇൻട്രൊഡക്ഷൻ ആവശ്യമാണ്, അല്ലെ? അപ്പൊ എന്തായിരുന്നു സിനിഫൈലിന്റെ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജ്? സിനിഫൈലിന്റെ സ്റ്റാർട്ടിങ് 2019 സിനിഫൈൽ രൂപപ്പെടുന്നത്. ആദ്യം ഒരു സിനിമാ സ്നേഹിതൻ എന്ന് പറഞ്ഞ് ആണ് നമ്മളത് ക്രിയേറ്റ് ചെയ്യുന്നത്. അത് സിനിമാ സ്നേഹിതൻ എന്ന പേര് മാറ്റിയിട്ട് സിനിഫൈൽ എന്ന പേരിലോട്ട് ചേഞ്ച് ചെയ്തു. പിന്നെ നല്ല തുടക്കമായിരുന്നു. 2019 എന്ന് പറയുന്ന സമയത്ത് അന്നത്തെ സിനിമ ഫേസ്ബുക്ക് ഗ്രൂപ്പുകൾ സജീവമായിരുന്നു. അതും വമ്പൻ തൂണുകളായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോഴാണ് സിനിഫൈൽ ഉയർന്നു വരുന്നത്. അപ്പൊ അതിനെ കുറിച്ച് എന്താണ് പറയുന്നത്? ഇന്നത്തെ ആ വളർച്ചയെ കുറിച്ച്, ഇത്രയും വലിയൊരു വളർച്ച 2024, അതും 4-5 വർഷം കൊണ്ട് ഇത്രയും വലിയ വളർച്ചയാണ് കൈവരിച്ചിരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഇന്നത്തെ ആ ഫേസ്ബുക്ക് ഗ്രൂപ്പുകൾ കാണാൻ പോലും ഇല്ല. അപ്പോൾ ഈ വളർച്ചയെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇന്ന് ആ പഴയ ഫേസ്ബുക്ക് ഗ്രൂപ്പുകൾ ഇന്നും ഉണ്ട്. സിനിഫൈൽ അതിനിടയിൽ ഒരു സൈഡിൽ കൂടി ഇങ്ങ് പോവുകയാണ്. ഗ്രൂപ്പുകളൊക്കെ ഇപ്പോഴും ഉണ്ട്. 2019 എന്ന് പറയുമ്പോഴത്തേക്ക് ഫേസ്ബുക്കിൽ ഏറ്റവും അധികം ആൾക്കാർ സജീവമായി നിന്ന കാലമാണ്. അന്നേരം ഈ പറഞ്ഞ മൂവി ഗ്രൂപ്പ്സൊക്കെ അത്രയും ആക്റ്റീവായി നിൽക്കുകയായിരുന്നു. അപ്പോൾ അതിനിടയിലാണ് ഞങ്ങൾ ഈ മൂവി ഗ്രൂപ്പ്സിലൊക്കെ ഞങ്ങളും ആക്റ്റീവായി നിന്നു. ഈ പറയുന്ന മൂവി ഗ്രൂപ്പ്സുകൾ ഞങ്ങൾ പോസ്റ്റുകൾ ഇടാറുണ്ട്. ചില പോസ്റ്റുകൾ അപ്രൂവ് ചെയ്യാറില്ല, ചില പോസ്റ്റുകൾ ഡിക്ലൈൻ അടിക്കും. ചില പോസ്റ്റുകൾ റീച്ച് കിട്ടുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി അഡ്മിൻസിന് മുകളിൽ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് പോസ്റ്റുകൾ ഡിലീറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് ചേർന്നിട്ട് തുടങ്ങിയൊരു സംരംഭമാണ് സിനിഫൈൽ. അത് പെട്ടെന്ന് വർക്കായി എന്നുള്ളതാണ്. അപ്പൊ സിനിഫൈലിന്റെ വളർച്ച പോലെ തന്നെയാണ് ചേട്ടന്റെ ഒരു വളർച്ച എന്ന് പറയുന്നത്. പണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്, ചേട്ടന്റെ സിനിമാ പ്രേമിയായിരുന്നു, അടിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട്, ഇലക്ട്രിസിറ്റി. അങ്ങനെ ആ ചേട്ടന്റെ വളർച്ച സ്റ്റാർട്ടിങ് ടു ഈ ഒരു 2024 വരെയുള്ള ചേട്ടന്റെ വളർച്ച എങ്ങനെ നോക്കി കാണുന്നു? അതെ, ഈ പറഞ്ഞ പോലെ ഇലക്ട്രിസിറ്റി ബോർഡിലായിരുന്നു ഞാനൊരു കോൺട്രാക്ട് സ്റ്റാഫായിരുന്നു ബോർഡിൽ. അപ്പോൾ അവിടെ ഈ എല്ലാ കുഞ്ഞുനാൾ മുതലേ ഉള്ള ശീലമാണ്. ഈ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഈ സിനിമകൾ കണ്ട് ഉള്ള ശീലമാണ്. അപ്പോൾ ഈ ബോർഡിൽ ജോലി കിട്ടി ഓഫീസിൽ പോകുന്ന സമയത്തും വെള്ളിയാഴ്ച ദിവസങ്ങളിൽ എങ്ങനെയെങ്കിലും ജോലി കട്ട് ചെയ്ത് സിനിമയ്ക്ക് പോകും. പിന്നെ ഓഫീസിൽ ഏറ്റവും കൂടുതൽ ഓഫീസിലെ സ്റ്റാഫ് സാറുമാരൊക്കെ ഭയങ്കര സപ്പോർട്ടായിരുന്നു. സിനിമ കണ്ട് ഇങ്ങനെയുള്ള കൊതിയായതുകൊണ്ട് അവരങ്ങ് കൂടെ തുറന്നു വിടും. പിന്നെ അന്ന് ഇറങ്ങുന്ന ദിവസങ്ങൾ 3-4 സിനിമകൾ കണ്ട് വീട്ടിൽ വരും. അതായത് തിരിച്ച് ഓഫീസിലുള്ള വീട്ടിൽ പോകും. അതായിരുന്നു സിനിമ കാണൽ. അപ്പോൾ കണ്ട് യാദൃശ്യമായിട്ട് ശ്രീ പത്മനാഭ തിരുവനന്തപുരത്ത് അവിടെ സിനിമകൾ കാണാൻ വരുന്ന കുറേ പിള്ളേരുമായിട്ട് നമ്മൾ പരിചയപ്പെടുകയും ആ പിള്ളേർ വഴി ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുകയും പിന്നെ ആ വാട്സപ്പ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് പിന്നെ ഈ പറഞ്ഞ നേരത്തെ മൂവി ഗ്രൂപ്പിലോട്ട് പോവുകയാണ് ചെയ്തത് 2019. അങ്ങനെയാണ് നമ്മൾ സിനിഫൈൽ എന്ന് പറയുന്ന മൂവി ഗ്രൂപ്പ് വളർന്ന് പന്തലിക്കുന്നത്. അപ്പോൾ ഈ സിനിഫൈൽ ഒരു ഗ്രൂപ്പ് തുടങ്ങി എന്നും പറഞ്ഞിട്ട് എല്ലാവരും ഇതിനകത്തൊന്നും ജോയിൻ ചെയ്തില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ ഈ പറഞ്ഞ ബാക്കിയുള്ള മൂവി ഗ്രൂപ്പ്സിൽ നല്ല നല്ല റൈറ്റപ്പുകൾ കാണുമ്പോൾ നമ്മുടെ അഡ്മിൻസൊക്കെ ചേർന്നിട്ട്, അപ്പോൾ ഈ വുമൻസ് കോളേജിൽ MG കോളേജിലൊക്കെ പഠിക്കുന്ന പിള്ളേരുണ്ട്. അപ്പം മെയിലും ഫീമെയിലും നമ്മളെല്ലാം ഒരുപോലെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഈ പിള്ളേർ ഞാൻ സഹിതം നല്ല നല്ല എഴുത്തുകൾ എവിടെയെങ്കിലും നല്ല നല്ല എഴുത്തുകൾ കാണുമ്പോൾ ഞാൻ അവരോട് ചോദിക്കാറുണ്ട്. നമ്മുടെ സിനിഫൈൽ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമുണ്ട്, നമ്മുടെ പ്ലാറ്റ്ഫോമിൽ കൂടി ഇടാമോ എന്ന് ചോദിക്കാറുണ്ട്. അന്നേരം അവർ നമ്മുടെ ഗ്രൂപ്പിൽ വരികയും പോസ്റ്റുകൾ ഇടുകയും ചെയ്യും. അപ്പോൾ അത് ഇപ്പോൾ ഞാൻ ചോദിക്കുന്ന പോലെ നമ്മുടെ അഡ്മിൻ പാനലിലുള്ള എല്ലാ ആൾക്കാരും ഇതുപോലെ അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്ത് മൂവി ഗ്രൂപ്പിലേക്ക് പല ആൾക്കാരും വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഗ്രൂപ്പിലേക്ക് വന്നതിന് ശേഷം എനിക്ക് തോന്നുന്നു മറ്റുള്ള മൂവി ഗ്രൂപ്പ്സിനകത്ത് കിട്ടുന്നതിനേക്കാളും ഏറ്റവും കൂടുതൽ റീച്ച് സിനിഫൈലിനകത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പം ഈ വരുന്ന ആൾക്കാരൊന്നും പിന്നെ തിരികെ പോയിട്ടില്ല. അങ്ങനെയാണ് സിനിഫൈൽ പെട്ടെന്ന് റീച്ചായത്.
ഞാനിങ്ങനെ ഇപ്പൊ നമ്മൾ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ഉറപ്പാണല്ലോ സെലിബ്രിറ്റിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ എല്ലാ സോഷ്യൽ മീഡിയ എല്ലാം ചെക്ക് ചെയ്യും. അങ്ങനെ ഇൻസ്റ്റാഗ്രാം ചെക്ക് ചെയ്ത സമയത്ത് ഒരു കോട്ട് കണ്ടു. എങ്ങനെയാണെന്ന് വെച്ചാൽ ചിത്രശലഭത്തിന്റെ കൂടെ തേടിപ്പോയ ആ പൊട്ടൻ ചെക്കൻ തന്നെയാണ് ഇപ്പോഴും. വാട്ട് ഇസ് ദാറ്റ്? എന്താണത് ഇപ്പോഴും? ആ സ്റ്റാറ്റസ് ഈ ഇടയ്ക്ക് നമ്മുടെ യക്ഷിയും ഞാനും സിനിമയിൽ അഭിനയിച്ച നായകന് പുള്ളി പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ക്യാപ്ഷൻ വേണോ, മാറ്റിക്കൂടെ, വർഷങ്ങളായിട്ടില്ല ഇങ്ങനെ ക്യാപ്ഷൻ. എന്തോ അത് ആ വരികളോട് ഇഷ്ടമായതുകൊണ്ട് പ്രത്യേകിച്ച് എനിക്കത് പറഞ്ഞു തരാൻ ചിത്രശലഭത്തിന്റെ വീട് തേടിപ്പോയ പൊട്ടൻ ചെക്കൻ അത് ഞാൻ തന്നെയാണ്. ഇപ്പോഴും അന്നും ഇന്നും എന്നും ഒരു ഒരു പാവം പോലെ നിൽക്കാൻ മാത്രം ആഗ്രഹിക്കുന്നുണ്ട്. ചേട്ടന് വീട്ടിൽ ആരൊക്കെയാണുള്ളത്? വീട്ടില് ഞാന്, അമ്മ, ചേട്ടൻ. ഓക്കെ. ഇപ്പോ പണ്ട് അറിയാലോ, നമ്മൾ ഒരു ഫിലിം ഒരു ഫെയിം ആവുക എന്നുള്ളത് ഒരു വലിയൊരു യാത്രയാണത്. അപ്പൊ ഈ പണ്ട് അങ്ങനെ ഒന്നും അല്ലായിരുന്നു. തുടക്കത്തിൽ നമ്മൾ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യും. ഇപ്പൊ ഒരു ഫെയിം ആണ്. അപ്പൊ ആ ഒരു യാത്രയെ കുറിച്ച് ആണല്ലോ, അതുകൊണ്ടല്ലേ ഞാൻ ഇന്റർവ്യൂ ചെയ്യുന്നത്. ആ ഒരു യാത്ര എങ്ങനെയാണ്? വെറും തെറ്റിദ്ധാരണ. അങ്ങനെ ഫെയിം ഒന്നുമല്ല. അത്യാവശ്യം ഒരുപാട് പരിചയക്കാരുണ്ട് എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഈ പറയുന്ന പോലെ ഒരു സിനിഫൈൽ പോലൊരു പ്ലാറ്റ്ഫോം ഉണ്ട്. ഫെയിം അതായത് അന്നും ഇന്നും സിനിമകൾ കണ്ടിട്ട് എന്തെങ്കിലും എഴുതി, ഇപ്പോൾ ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ ഒരു 3 വരി 2 വരിയിൽ എഴുതി തീർക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ അത് ആ 2 വരി ഇഷ്ടപ്പെടുന്ന ആൾക്കാരുമുണ്ട്, ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട്. ഇഷ്ടപ്പെടാത്ത ആൾക്കാരായിരിക്കും കൂടുതൽ. അപ്പോൾ ആദ്യം മുതൽ ഈ പറഞ്ഞ പണ്ട് മുതൽ 2019 അതിന് മുന്നേ സിനിമകൾ കണ്ട് എന്തെങ്കിലും എനിക്ക് അറിയാവുന്നതുപോലെ 2 വരിയിൽ എഴുതിയിട്ട് അങ്ങനെയാണ് സിനിമ എഴുത്ത്, റിവ്യൂ, സിനിമയുടെ അഭിപ്രായം. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് ബിജിത്ത് വിജയൻ എന്നൊരു പ്രൊഫൈൽ അത്യാവശ്യം ആൾക്കാരിലോട്ട് എത്തുന്നത്. 2019 സ്റ്റാർട്ട് ചെയ്ത സിനിഫൈലിന് 1 ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു 2024 സ്റ്റാർട്ടിങ് വരെ. അത് കഴിഞ്ഞ് പെട്ടെന്നാണ് ഗ്രൂപ്പ് കാണാതെ പോകുന്ന ഒരു സംഭവത്തിലേക്ക് ഉണ്ടാവുന്നത്. അത് വലിയ വാർത്തയൊക്കെ ആയിരുന്നു. അപ്പൊ എന്തായിരുന്നു ആ സംഭവം ഉണ്ടായി? പിന്നീട് ഇപ്പോ വീണ്ടും 50K ഫോളോവേഴ്സ് വീണ്ടും ആയിട്ടുണ്ട്. അപ്പൊ ആ ഒരു എന്തായിരുന്നു സംഭവിച്ചിട്ടുണ്ടായിരുന്നത്? ഞങ്ങള് 1,80,000 മെമ്പേഴ്സ് ഉണ്ടായിരുന്നു സിനിഫൈലില്. അത് ഗ്രൂപ്പിൽ ഇടയ്ക്കൊരു വയലേഷൻ വന്നിട്ടുണ്ടായിരുന്നു. വയലേഷൻ വന്നപ്പോഴത്തേക്ക് ഗ്രൂപ്പ് പെട്ടെന്ന് റിപ്പീറ്റ് വയലേഷൻ വന്നു, ഒരു നെറ്റ്ഫ്ലിക്സിൻ്റെ. അപ്പോൾ റിപ്പീറ്റ് വയലേഷൻ വന്നപ്പോഴത്തേക്ക് ഗ്രൂപ്പ് പെട്ടെന്ന് അങ്ങ് ഡിസേബിൾ ആയി. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര പാനിക്കായി. ഞങ്ങളുടെ വേർപ്പാണ് ആ ഗ്രൂപ്പ്. ഇപ്പം ഒരമ്മ ഒരു കുഞ്ഞിനെ എത്രത്തോളം വാത്സല്യത്തോടെ കാണുമോ അതുപോലെയാണ് ഞങ്ങൾ ആ ഗ്രൂപ്പിനെ ഞങ്ങളും അഡ്മിൻസും ചേർന്ന് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. പെട്ടെന്ന് ഗ്രൂപ്പ് കാണാണ്ടായപ്പോൾ സത്യം പറഞ്ഞാൽ വലത് കൈ നഷ്ടപ്പെട്ട ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ പിന്നെ കിട്ടൂല എന്ന് ഫേസ്ബുക്കിൽ നമ്മൾ മെസ്സേജ് അയച്ചു. ഫേസ്ബുക്കിൽ വർക്ക് ചെയ്യുന്ന ആ ഒരു ജിനു എന്ന് പറയുന്ന ചേട്ടൻ, അറിയായിരിക്കും, അഞ്ച് കൊള്ളൻ, അതായത് കുള്ളൻ്റെ ഭാര്യ എന്ന് പറഞ്ഞിട്ട് അഭിനയിച്ച അതിൽ ആർട്ടിസ്റ്റ്, പുള്ളിയെ വിളിക്കുകയും പുള്ളി പറഞ്ഞു കിട്ടാൻ ചാൻസ് കുറവാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്തിട്ട് ഗ്രൂപ്പ് പോയി. നമുക്ക് പേഴ്സണലി അറിയാവുന്ന മെമ്പേഴ്സിനൊക്കെ അറിയിക്കുകയും എൻ്റെ ഫേസ്ബുക്ക് ടൈംലൈനിൽ വഴി പോസ്റ്റ് ഇട്ട് പബ്ലിക്കിനെ അറിയിക്കുകയും ചെയ്തു. എന്നിട്ട് ഞങ്ങൾ മെയ് 1-ാം തീയതി ബി ഉണ്ണികൃഷ്ണൻ സാറിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ വീണ്ടും ദ സിനിഫൈൽ എന്ന പേരിൽ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് എനിക്ക് തോന്നുന്നു സിനിഫൈലിനെ അത്രത്തോളം മെമ്പേഴ്സ് നെഞ്ചോട് ചേർത്ത് വെച്ചത് കൊണ്ടായിരിക്കാം 2 മാസം കൊണ്ട് 52,000 മെമ്പേഴ്സ്, വെറും 2 മാസം കൊണ്ട് ഫേസ്ബുക്കിൽ സിനിഫൈലിനകത്ത് 52,000 മെമ്പേഴ്സ് പെട്ടെന്ന് ബൂം എന്ന് പറഞ്ഞാൽ കയറി. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സംഭവമാണ്. അപ്പം അതിന് ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ സെലിബ്രിറ്റീസ് ആണ് എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത്. അവരൊക്കെ ഇൻഡിവിജ്വൽ പ്രൊഫൈലുകളിൽ പോസ്റ്റ് ഇടുകയും ഷെയർ ചെയ്യുകയും വാട്സാപ്പ് സ്റ്റാറ്റസ് ആക്കുകയും. ഞാൻ പല ആൾക്കാരോടും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഗ്രൂപ്പ് പോയി എനിക്ക് എന്തെങ്കിലും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാ ആൾക്കാരും, എനിക്ക് ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന നാദിർ ഷാ, പുള്ളിയാണ് ഫസ്റ്റ്. പിന്നെ ബാദുക്ക, പുള്ളി പേഴ്സണലി പോയി കാണുകയും എനിക്ക് അതിന് വേണ്ട സഹായങ്ങൾ എനിക്ക് ചെയ്തിരുന്നു ചെയ്തു. 2 മാസം കൊണ്ട് ഗ്രൂപ്പ് പെട്ടെന്ന് അങ്ങ് 50,000 മെമ്പേഴ്സ്, ഇപ്പോൾ എനിക്ക് തോന്നുന്നു 59,000 മെമ്പേഴ്സായി. അതാണ് സിനിഫൈൽ. അപ്പോൾ സിനിഫൈൽ എവിടെയും പോയിട്ടില്ല, സിനിഫൈൽ അവിടെ തന്നെ ഉണ്ട്. പഴയതിനേക്കാളും ശക്തിയായി. ഉറപ്പായിട്ടും. അപ്പൊ ഈ അത് പറയുമ്പോൾ തന്നെ, അതായത് ആ വർഷത്തെ കുറിച്ച് നമ്മൾ സ്റ്റാർട്ടിങ് പറയുമ്പോൾ തന്നെ വേറൊരു കാര്യം ചോദിക്കാനുണ്ട്, ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട്. ഇപ്പോൾ 2000 ആ സമയം മുതൽ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ തന്നെ, ഒരുപാട് ഫേസ്ബുക്ക് സിനിമാ ഗ്രൂപ്പുകൾ നെടുന്തൂണുകളായിട്ട് വളർന്ന സമയത്താണ് സിനിഫൈൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്നത്തെ സമയത്ത് ആ ഗ്രൂപ്പുകൾ സ്റ്റാർട്ട് ചെയ്തത് നിരവധി ഉദ്ദേശങ്ങൾ കൊണ്ടാണെന്ന് പറയാം. ആ ഫൗണ്ടർമാർക്കൊക്കെ സിനിമയിൽ എത്തണം എന്നുള്ളൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് പിന്നീട് മനസ്സിലായിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ അവർക്ക് ഒന്നെങ്കിൽ സിനിമയിലുള്ള ആൾക്കാരെ തേടി
കണ്ടുപിടിച്ച് അവരിലേക്ക് എത്തി. ഡയറക്ടറായിട്ടും തിരക്കഥാകൃത്തായിട്ടും ആക്ടറായിട്ടും ഒക്കെ അവർ പോയി. ഇപ്പൊ അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ട് എന്നല്ലാതെ ഇന്ന് സിനി ഫയലില് ഇനിയിപ്പോ അങ്ങനെ സംഭവിക്കുമോ ഇല്ലേ എന്നുള്ളൊരു ക്ലാരിറ്റിയാണ് ഞങ്ങളുടെ പ്രേക്ഷകർക്ക് ആവശ്യം. നല്ല ക്വസ്റ്റ്യൻ ആണ്. ഇതിനുള്ള ആൻസർ എന്ന് പറയുമ്പോൾ സിനിഫയിൽ ക്രിയേറ്റ് ചെയ്ത് അങ്ങനെ ഒരു ഉദ്ദേശത്തിലല്ല. സിനിഫയിൽ നിൽക്കുന്ന ആർക്കും അങ്ങനെ ഉദ്ദേശമില്ല. എന്നെ സംബന്ധിച്ചുള്ള എനിക്ക് ജോലിയുണ്ട്. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു പോസ്റ്റ് ഇടുമ്പോൾ ഒരു 1000 ലൈക്ക് കിട്ടുക, അതായിരുന്നു സത്യം പറയാൻ എൻ്റെ ഉദ്ദേശം. അതിന് അല്ലാതെ അതിനപ്പുറം ഒരു ഉദ്ദേശവും ഇല്ല. സിനിമയിലോട്ട് കാലെടുത്ത് വയ്ക്കുക അല്ലെങ്കിൽ അല്ലാണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ദൂരെ നിന്ന് കാണാൻ ആഗ്രഹിച്ച സിനിമാക്കാരുണ്ട്. അവരൊക്കെ നേരിട്ട് കാണുക, അവരോട് സംസാരിക്കുക, ജസ്റ്റ് ഹഗ് ചെയ്യുക, ഇതൊക്കെയാണ് ആഗ്രഹം. അല്ലാണ്ട് ഒരു കാരണവശാലും സിനിമയ്ക്കുള്ളിൽ വർക്ക് ചെയ്യാൻ ഈ നിമിഷം വരെ ആഗ്രഹിച്ചിട്ടില്ല. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ സിബി മലയിൽ സാറിൻ്റെ അടുത്തൊക്കെ പോയി നിൽക്കുമ്പോൾ എനിക്ക് വല്ലാത്തൊരു ഫീലാണ്. സാറിൻ്റെയൊക്കെ എൻ്റെ കുട്ടിക്കാലം മനോഹരമാക്കിയത് കളറാക്കിയത് സാറാണ്. സാറിൻ്റെയൊക്കെ ഏറ്റവും ഫേവറേറ്റ് സിനിമ എന്ന് പറയുന്നത് മായാമയൂരമാണ്. അപ്പം ഈ എൻ്റെ ഫേവറേറ്റ് സിനിമ സമ്മാനിച്ച വ്യക്തിയെ നേരിട്ട് കാണുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ്. അപ്പോൾ അവരൊക്കെ കാണുക, സംസാരിക്കുക, ഒരു ഫോട്ടോ എടുക്കുക, ഇത്ര മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അല്ലാണ്ട് സിനിമയ്ക്കുള്ളിൽ വർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ നല്ലൊരു കഥയുണ്ട് സാർ കേൾക്കണം, അങ്ങനത്തെ ഒരു ഉദ്ദേശം എനിക്കില്ല. ഇവരൊക്കെ കാണുമ്പോൾ സെൽഫി എടുക്കുമ്പോൾ ആ ഫോട്ടോ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ എഴുതി പോസ്റ്റ് ഇടുക, അതിൽ കുറേ ലൈക്ക് കിട്ടുക, കമൻസ് വരിക, ഇത് തന്നെയാണ് ആഗ്രഹം. അല്ല, ഇതിനപ്പുറം ഒരു ആഗ്രഹവും ഇല്ല. സിനി ഫയൽ അംഗങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയുന്ന ഒരു കാര്യമാണ് ബിജിത് വിജയന്റെ 1 ലൈൻ അല്ലെങ്കിൽ 2 ലൈൻ അടങ്ങുന്ന ആ ഒരു റിവ്യൂ. 2.5 മണിക്കൂർ സിനിമയെ വെറും ഇപ്പോൾ ഒരു ലൈൻ എഴുതിയിട്ട് സമ്പൂർണ്ണമാക്കും, അല്ലെങ്കിൽ അത് വർണ്ണിക്കാൻ വാക്കുകളില്ല അങ്ങനെ ചെയ്യുന്നതിന്. അപ്പൊ അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അത് എങ്ങനെയാണ് സാധിക്കുന്നത് ആക്ച്വലി? ഇപ്പൊ 2.5 മണിക്കൂർ സിനിമ ഉണ്ടല്ലോ, അപ്പൊ ആ സിനിമയെ കുറിച്ചിട്ട് ഒരു വലിയൊരു റിവ്യൂ പാരഗ്രാഫ് എഴുതാതെ നമുക്ക് വലിച്ചു നീട്ടാണ്ട് ആ സിനിമ നമുക്ക് എന്താണോ സമ്മാനിച്ചത് അത് നമുക്ക് 2 കൊണ്ട് എഴുതാൻ പറ്റും. അതെങ്ങനെയാണ്? കാരണം അതിൽ വേറൊരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. മലയാള സിനിമ ഇൻഡസ്ട്രിയെ തകർക്കാൻ വിടാതെ പൊന്തിച്ചു കൊണ്ടുവരുന്ന, അല്ലെങ്കിൽ അത്രയും സിനിമയെ സ്നേഹിക്കുന്നത് കൊണ്ടാണോ അങ്ങനെ സംഭവിക്കുന്നത്? അതെ, അത്രയും സിനിമയെ സ്നേഹിക്കുന്നത് കൊണ്ട് തന്നെയാണ്. ഇപ്പൊ 2 പേരില്ല കേട്ടോ. ഇപ്പം റിവ്യൂ അത്യാവശ്യം നന്നായിട്ട് എഴുതി ഇടാറുണ്ട്, എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ട്. സിനിമയെ സ്നേഹിക്കുന്നത് കൊണ്ട് തന്നെയാണ്. ഏത് സിനിമ ഉണ്ടെങ്കിലും എന്നാൽ കഴിയുന്ന നല്ല അഭിപ്രായങ്ങൾ ഞാൻ എഴുതിയിടും. അത് അവർക്കും ഗുണമാണ്. ഓക്കെ, വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പൊതുവേ വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈബർ ആക്രമണമാണ്. അത് ഏതൊരു നല്ല കാര്യത്തിനും ഒരു നെഗറ്റീവ് വശം ഉണ്ടാവും. അതാണ് നമ്മുടെ സൈബർ ഇപ്പൊ ഏറ്റവും കൂടുതൽ സൈബർ ആക്രമണമാണ് നടക്കുന്നത്. ഇപ്പൊ വയനാടുണ്ടായ ദുരിതം, അതിലേക്ക് ഫണ്ട് കൊടുത്തപ്പോഴൊക്കെ ഇതാണ് ഉണ്ടായിരുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? സൈബർ ആക്രമണം, ഞാൻ സൈബർ ആക്രമണത്തിൽ പെട്ട ഒരാളാണ്. അപ്പോൾ നിസ്സാരം ചില കമൻസ്, ചില പോസ്റ്റുകൾ വായിക്കുമ്പോൾ എന്നെ ഡിപ്രഷനിൽ ഒരാക്കിയിട്ടുണ്ട് ചില കമൻസ്. അപ്പോൾ ഞാൻ ഇങ്ങനെ പെട്ടെന്ന് ആലോചിച്ചിട്ടുണ്ട്, അതിവിടെ പറയാമോ എന്ന് എനിക്കറിഞ്ഞൂടാ. ദിലീപേൻ്റെ ഇൻസിഡൻറ്റ്, അപ്പോൾ ആ പുള്ളിയൊക്കെ എത്രമാത്രം മാനസികമായി അനുഭവിച്ചിട്ടുണ്ടെന്നുള്ളത് എനിക്ക് ഊഹിക്കാൻ പറ്റും. കാരണം 2022 ആണെന്ന് തോന്നുന്നു, ഞാൻ ഭയങ്കരമായിട്ട് സൈബർ ആക്രമണത്തിന് ഇരയാക്കപ്പെട്ടാണ്. കമൻസ്, പോസ്റ്റുകൾ, വെറുതെ ആൾക്കാർ എന്തൊക്കെയോ ഒന്ന് പബ്ലിക്കായിട്ട് ബിജിത് വിജയൻ ഫ്രോഡാണ്, പുള്ളി ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് പബ്ലിക്കായിട്ട് അങ്ങ് പോസ്റ്റുകൾ എഴുതിയിടുകയാണ്. കാരണം അത് എഴുതിയിടുന്നതിൻ്റെ അജണ്ട എന്ന് പറയുന്നത് സിനിഫയൽ മൂവി ഗ്രൂപ്പിൻ്റെ ഓണർ അല്ലെങ്കിൽ സിനിഫയൽ മൂവി ഗ്രൂപ്പ് ഇത്രയും വളർന്ന് വലുതായി, അപ്പോൾ ഇത് ഇവർ വേരോടെ പിഴുതെറിയുക എന്ന ഒരു ഉദ്ദേശത്തിലാണ്. അപ്പം ഈ പോസ്റ്റും കമൻസും ഒക്കെ മാനസികമായി എന്നെ സങ്കടപ്പെടുത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിലും ഇതൊക്കെ നമ്മൾ റിക്കവറി ആയി വന്നു എന്നുള്ളതാണ്. പിന്നെ ആ കമൻസും പോസ്റ്റും ഇപ്പോഴും ഉണ്ട്. 2024 ഇപ്പോഴും 24 അവസാനമാകുമ്പോൾ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ റീസെൻ്റ്ലി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അപ്പോൾ ഞങ്ങൾ സിനിഫയലിനകത്ത് ഫണ്ട് ശേഖരണം നടത്തി. അതായത് സിനിഫയലിന് അങ്ങനെ ഒരു അക്കൗണ്ട് ഇല്ല. എനിക്ക് പേഴ്സണൽ അക്കൗണ്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ എൻ്റെ അക്കൗണ്ട് വെച്ചിട്ടാണ്, ഗൂഗിൾ പേ നമ്പർ വെച്ചിട്ടാണ് ഞങ്ങൾ ക്യാഷ് കളക്ട് ചെയ്തത്. ഇത്രയും നെഗറ്റീവ് കമൻസ് ഇടുന്ന ആൾക്കാർ ഇഷ്ടംപോലെ കമൻസ് വന്നു. 300-ന് മുകളിൽ കമൻസ് വന്നു. അതിൽ നെഗറ്റീവും ഉണ്ട്, പോസിറ്റീവും ഉണ്ട്. എല്ലാ കമൻസും നമ്മളൊരു പുഞ്ചിരിയോട് കൂടി തന്നെയാണ് നേരിട്ടത്. അപ്പോൾ അതിനകത്ത് എനിക്ക് തോന്നുന്നു ഒരു 13,000 റുപ്യയ്ക്ക് അത് മാത്രമാണ് അത് കളക്ട് ആയിട്ടുള്ളത്. പിന്നെ അപ്പം എങ്ങനെ ഈ ഒരു 15,000 രൂപ റൗണ്ട് ചെയ്ത് കൊടുക്കാൻ അതൊരു മടിയാണ് സിനിഫയലിൻ്റെ പേരിൽ. അപ്പോൾ ലാസ്റ്റ് ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ അഡ്മിൻസ് ചേർന്നിട്ട് ഞങ്ങളൊരു 12 റുപ്യ ഇട്ടിട്ട് അങ്ങനെ 25,000 രൂപയായിട്ടാണ് നമ്മളത് കൈമാറുന്നത്. ഈ നെഗറ്റീവ് കമൻസ് ഇടുന്ന ചേട്ടന്മാരൊക്കെ അവിടെ കമൻസ് ഇട്ടുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നേ ഉള്ളൂ. ഇവരാരും കാശ് തരികയോ അല്ലെങ്കിൽ ഇതിനെതിരെ നമുക്ക് എന്ത് ചെയ്യാം
എന്നൊന്നും ചോദിക്കുന്നൊന്നുമില്ല. അവർ കമൻസ് ഇട്ട് നമ്മളെ മോശക്കാരാക്കുക, പബ്ലിക്കിന് മുമ്പിൽ മോശക്കാരാക്കുക, ഈ ഒരു അജണ്ട മാത്രമേ അവർക്കുള്ളൂ. നമ്മൾ അതൊന്നും മൈൻഡ് ചെയ്യാണ്ട് കാശ് ഗൂഗിൾ പേ ഇത്രയും കമൻസ് നെഗറ്റീവ് വന്നിട്ട് നമ്മൾ കാശ് കളക്ട് ചെയ്യുന്നു. നമ്മൾ അതിനിടയ്ക്ക് ഇത്രയും ഭയങ്കര ആരോപണം വന്നുകൊണ്ട് ഞാൻ ലൈവ് വന്നു സിനിഫയിലിനകത്ത്. ലൈവ് വന്നിട്ട് ഞങ്ങൾ വി കെ പ്രശാന്തേട്ടനെ കാണും, MLA കാണും. ഞങ്ങൾ ബുധനാഴ്ച ഇത് വൈൻഡപ്പ് ചെയ്തിട്ട് പുള്ളിയുടെ കയ്യിൽ കാശ് ഏൽപ്പിക്കും എന്ന് പറയാം. അതേപോലെ ബുധനാഴ്ച ദിവസം ഞങ്ങൾ ഇത് വൈൻഡപ്പ് ചെയ്തു. പുള്ളി അന്ന് വ്യാഴാഴ്ച കൊടുക്കാൻ നോക്കി പുള്ളി വയനാട് എന്തോ പോയേക്കാണ്. പുള്ളി തിരിച്ച് വന്നതിന് ശേഷം വെള്ളിയാഴ്ചയാണെന്ന് തോന്നുന്നു കേട്ടോ, ഞങ്ങൾ കാശ് പുള്ളിയുടെ കയ്യിൽ ഏൽപ്പിച്ചു. പുള്ളി സിനിഫയിലിനകത്ത് പ്രശാന്തന് പോസ്റ്റ് വിട്ടു, ഇത്ര രൂപ സിനിഫയിൽ അംഗങ്ങൾ തന്നു എന്നുള്ള രീതി. അതിനുശേഷം ഞാൻ ഇന്നലെ മെനിഞ്ഞാന്ന് ലൈവ് സിനിഫയിലെ തന്നെ ലൈവ് വന്നു. പക്ഷേ എന്നെ ആശ്ചര്യപ്പെടുത്തിയത് ലൈവിനകത്തും എല്ലാം നല്ല കിടിലൻ കമൻസ് ആയിരുന്നു. വളരെ പോസിറ്റീവായിട്ട് ആൾക്കാർ അത് എടുത്തു എന്നുള്ളതാണ്. അപ്പോൾ അത് നല്ലൊരു അറ്റംപ്റ്റ് ആയിരുന്നു ആ ലൈവ് വന്നത്. അപ്പോൾ ഈ പറയുന്ന നെഗറ്റീവും പോസിറ്റീവും ഉണ്ട്, അതൊക്കെ ഈ ഒരു ചെറു പുഞ്ചിരിയിൽ അങ്ങ് എടുത്താൽ മതി. ഈ പറഞ്ഞ പോലെ തന്നെ മറ്റൊരു രീതിയിലുള്ള സൈബർ ആക്രമണമാണ്. കഴിഞ്ഞ 2 വർഷം മുന്നേ ഫേക്ക് പ്രൊഫൈലാണെന്ന് പറഞ്ഞിട്ട് ഒരു സൈബർ ആക്രമണം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഫേസ്ബുക്ക് പോസ്റ്റും ലൈവൊക്കെ വന്നിട്ട്, അത് പ്രത്യേകിച്ച് ഒരു ലേഡി. അതെന്താണ് സംഭവം ശരിക്കും? അത് ഗ്രൂപ്പിനകത്ത് ഫേസ്ബുക്കിലായാലും ഇൻസ്റ്റയിലായാലും ഫേക്ക് പ്രൊഫൈലൊക്കെ ഒരുപാടുണ്ട്. സാധാരണ ഇഷ്ടംപോലെ പ്രൊഫൈലുണ്ടല്ലോ. അപ്പോൾ അതിൽ ഗ്രൂപ്പിനകത്ത് സിനിഫയിലിനകത്ത് തന്നെ ഒരുപാട് ഫേക്ക് പ്രൊഫൈലൊക്കെ കടന്നുകൂടുകയും ഈ ഫേക്ക് പ്രൊഫൈലിൽ നിന്നൊക്കെ പോസ്റ്റ് ഇടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പോസ്റ്റുകൾ വായിച്ച് നോക്കിയിട്ട് ചില പോസ്റ്റുകൾ അപ്രൂവ് കൊടുക്കാറുണ്ട്, അപ്പോൾ ചില പോസ്റ്റുകൾ ഡിക്ലൈൻ അടിച്ച് കളയാറുണ്ട്. അപ്പോൾ അപ്രൂവ് കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ ചില മെമ്പേഴ്സ് വന്നിട്ട് മെസ്സഞ്ചറിൽ വന്ന് ചോദിക്കാറുണ്ട് എന്താണ് പോസ്റ്റ് അപ്രൂവ് ചെയ്യാത്തതെന്നൊക്കെ. അതൊക്കെ ചിലപ്പം ഫേക്ക് ആയിരിക്കാം, ചിലപ്പോൾ ഫേക്ക് ഒറിജിനൽ തോന്നുന്ന ഫേക്ക് IDs ആയിരിക്കാം. അങ്ങനെ അപ്പോൾ ആ ഗ്രൂപ്പിനകത്ത് ഒരു പെൺകുട്ടി എനിക്കൊന്ന് മെസ്സേജ് അയച്ചു. അപ്പോൾ പോസ്റ്റ് അപ്രൂവ് ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടായിരുന്നു മെസ്സേജ് അയക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഓക്കെ പോസ്റ്റ് വായിച്ച് നോക്കി ഞങ്ങൾ അപ്രൂവ് കൊടുക്കുന്നു. പിന്നെ സിനിമ മാർക്കറ്റിംഗ് ചെയ്യുന്ന ഒരു ആള് നമ്മളെ വിളിക്കുകയും പുള്ളി പറയും നമ്മുടെയൊക്കെ സുഹൃത്തുക്കൾ ഇങ്ങനെ സിനിമയിനകത്ത് പോസ്റ്റ് ഇടാറുണ്ട്, ഒന്ന് അപ്രൂവ് ചെയ്യണം. പുള്ളി വർക്ക് ചെയ്യുന്ന മീൻസ് പുള്ളി ചെയ്യുന്ന സിനിമകളാണ്. അപ്പോൾ ഞങ്ങളിതൊരു പൈസയ്ക്കാണ് വർക്ക് ചെയ്യുന്നത്, ഇവർ മാർക്കറ്റിംഗ് കമ്പനി അങ്ങനെയുള്ള സംഭവം എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ സാധാരണ ഒരു ഇലക്ട്രിസിറ്റി ബോർഡ് ജീവിതം ഇങ്ങനെയൊക്കെ പോകുന്നവരാണ്. അപ്പോൾ ഈ സിനിമയ്ക്കകത്ത് ഇങ്ങനെ സിനിമയിനകത്ത് പോസ്റ്റ് ഇട്ടതിൻ്റെ പേരിൽ കാശ് കിട്ടും, കമൻസ് ഇട്ടതിൻ്റെ പുറത്ത് കാശ് കിട്ടും, അങ്ങനെയൊന്നും നമുക്കറിയില്ല. അപ്പോൾ ഇദ്ദേഹം മാർക്കറ്റിംഗ് കമ്പനിയിലുള്ള പുള്ളി പറയുന്നതനുസരിച്ചിട്ട് അദ്ദേഹം കുറച്ച് പ്രൊഫൈലുകൾ പറഞ്ഞു. ഈ പ്രൊഫൈലൊക്കെ എൻ്റെ സുഹൃത്തുക്കളാണ്, എല്ലാം ഫീമെയിൽ പ്രൊഫൈൽസാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ പറഞ്ഞതുകൊണ്ട് പോസ്റ്റുകൾ അപ്രൂവ് കൊടുക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെയാണ് ഒരു സുപ്രഭാതത്തിൽ ഒരു പെൺകുട്ടി എന്നെ വിളിക്കുക. ഞാൻ വർക്കിങ്ങിലായിരുന്നു. അപ്പോൾ വിളിച്ചിട്ട് അത് ഇങ്ങനെ സിനിഫയിനകത്തുള്ളത് ഒരു ഫേക്ക് പ്രൊഫൈലാണ്, ഞാൻ ഫേസ്ബുക്കിൽ ആക്റ്റീവ് അല്ല, അത് ഫേക്ക് ID ആണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കുട്ടിയുടെ മെസ്സഞ്ചറൊക്കെ എടുത്ത് ഞാനും കുട്ടിയോട് ചാറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് കോളിൽ നിന്ന് തന്നെ പറയുകയും ചെയ്തു. അപ്പോൾ അയാൾ എനിക്കറിയില്ല ഫേക്ക് ID ആണെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഞാൻ പെട്ടെന്ന് ഇതിൻ്റെ ആളെ വിളിച്ചു. ഈ ഗ്രൂപ്പിൽ എൻ്റെ ഫ്രണ്ടാണ് ഇതിന് ഗ്രൂപ്പിലോട്ട് റിക്വസ്റ്റ് ചെയ്ത ആളെ ഞാൻ വിളിച്ചു. പറഞ്ഞുടാ, നീ എനിക്കിതിലൊന്നും പറയരുത്, ഞാൻ സിനിമയ്ക്കകത്ത് വർക്ക് ചെയ്യുന്ന ഒരാളാണ്, നിനക്കൊരു ഓഫീസിൽ KCB ജോലി ഉണ്ടല്ലോ, നീ ഇത് ഒക്കെ പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സിനിമാ ജീവിതം പോവും, നീ നൈസായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യും. അങ്ങനെ ഞാൻ കുട്ടിയോട് പറഞ്ഞു നമുക്കറിയില്ല എന്ന് പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്തു. ഈ സിനിഫയിൽ നിന്ന് അക്കൗണ്ടിനെ ബാൻ ചെയ്തു. പിന്നെ ആയപ്പോഴത്തേക്ക് ഈ കുട്ടിക്ക് ഞാൻ പറഞ്ഞത് അത്രയും വിശ്വാസമാകാത്തത് കൊണ്ട് കുട്ടി ലൈവ് വന്നു. പിന്നെ കുട്ടിയോട് പിന്നെ അറിയാലോ ലൈവൊക്കെ വരുമ്പോൾ ഇതിനെ ഏറ്റുപിടിക്കാൻ കുറേ ആൾക്കാർ. അങ്ങനെ എനിക്ക് തിരുവനന്തപുരത്ത് ഗോപൻ ചേട്ടനെന്നുണ്ട്, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ചേട്ടൻ്റെ സഹോദരൻ ഇവിടെ കമ്മീഷൻ ഓഫീസിലാണ്. ഞാൻ ചേട്ടൻ്റെ കാര്യം പറഞ്ഞു, ചേട്ടാ ഇങ്ങനെ ഫേക്ക് IDയുടെ പുറത്ത് എനിക്ക് കുറേ പേരുദോഷം ഉണ്ടായിരുന്നു. അങ്ങനെ ചേട്ടൻ കമ്മീഷൻ ഓഫീസ് വഴി നമ്മുടെ സൈബർ സെല്ലിൽ എന്നെ കൊണ്ടുപോയി കാര്യങ്ങളൊക്കെ തിരക്കി ഫേക്ക് IDയുടെ പുറകെ പോയി. അങ്ങനെ ഈ ഫേക്ക് IDയുടെ ഉടമസ്ഥനെ വിളിച്ചു വരുത്തുകയും വാൺ ചെയ്ത് പുറത്താക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ സിനിമാ പ്രേമിയാണല്ലോ, ആദ്യം കണ്ട സിനിമ ഏതാണ്? അതുപോലെ തന്നെ ഏത് ജോണറിലുള്ള മൂവീസ് കാണാനാണ് ഇഷ്ടം? ആദ്യം കണ്ട സിനിമ ഞാൻ തൊട്ട് മുന്നേ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നരനാണ് ആദ്യമായിട്ട് ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പോയി കാണുന്നത്. അപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട നടൻ ലാലേട്ടനാണ്. കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ക്ലാസ് സിനിമകൾ ആണ് കാണാൻ ആഗ്രഹിക്കുന്നത്. ഇരുവറൊക്കെ ഫേവറേറ്റാ. പിന്നെ സതയം കാണാൻ ആഗ്രഹിക്കുന്ന ഇത്തരത്തിലുള്ള സിനിമകളാണ്. താഴ്വാരം ലാലേട്ടൻ്റെ.
അത് ഞാൻ ചോദിക്കട്ടെ, ഒരു ഇപ്പൊ പഴയ സിനിമകൾ മാത്രമാണോ ഇഷ്ടപ്പെടുന്നത് ലാലേട്ടന്റെ? പുതിയ സിനിമകളൊന്നും എടുത്ത് പറയുന്നത് കാണുന്നില്ല, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഓ അങ്ങനെയൊന്നുമില്ല, ഞാൻ ഉമറിലുള്ളൂ ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ ഓക്കെ. അല്ല, ഞാൻ ചോദിച്ചപ്പോ പഴയ സിനിമകൾ ഇങ്ങനെ ലാലേട്ടന്റെ പുതിയ സിനിമ ഏതൊക്കെയാണ് ഇഷ്ടം? പുതിയ സിനിമകൾ എല്ലാ സിനിമയും കാണും. ടെലിഗ്രാമിൽ വരുന്നു, കാണുന്നു, കോപ്പി വരുന്നു, അങ്ങനെയാണ്. ഇപ്പൊ അറിയാലോ, പേരിസ് ബസ് തന്നെ ഒരു സിനിമ പിടിക്കണ്ടായി. അപ്പൊ അതെ അതെ അതെ. അപ്പൊ എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത്? ഞാൻ ടെലിഗ്രാമിൽ സിനിമ കാണാറില്ല. ഈ നിമിഷം വരെ ഞാൻ ടെലിഗ്രാമിൽ പടം കണ്ടില്ല. വീട്ടിലൊരു കുഞ്ഞു കമ്പ്യൂട്ടർ ഉണ്ട്, ഇത് വെറുതെ ഉണ്ടെന്നുള്ളതേ ഉള്ളൂ. സിസ്റ്റത്തിൽ ആണെങ്കിൽ പോലും ഞാൻ ഇന്നേ വരെ ഒരു സിനിമയും കണ്ടിട്ടില്ല. സത്യം പറഞ്ഞാൽ പറയുന്നത് മോശമാണ്, ലാലേട്ടന്റെ ദൃശ്യം 2 ഇതുവരെ കണ്ടിട്ടില്ല. ദൃശ്യം 2 ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ ചില സീൻസ് മൊബൈലിൽ അവിടെ ഇവിടെയും കണ്ടിട്ടുള്ളൂ. അതായത് എനിക്ക് വീട്ടിലിരുന്ന് അല്ലെങ്കിൽ മൊബൈലിലിരുന്ന് സിനിമ കാണാനുള്ള ക്ഷമയില്ല. പുള്ളി തിയേറ്ററിൽ മാത്രമേ സിനിമ കാണാൻ കൊണ്ട് പറ്റുള്ളൂ. ദൃശ്യം 2 അത് OTT വന്ന ഒരു അവസ്ഥയായതുകൊണ്ടല്ലേ? ഒരുപാട് സിനിമകൾ എനിക്ക് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സംവിധായകരുടെ സിനിമകൾ വരെ എനിക്ക് മിസ്സാണ് കാണാൻ എന്നെക്കൊണ്ട്. ഞാൻ ഈ ഇടയ്ക്ക് ഇപ്പോൾ ഇറങ്ങിയ നിതിൻ രഞ്ജി പണിക്കരുടെ ഒരു വെബ്സൈറ്റ് ഉണ്ട്. അപ്പം അതിൽ അഭിനയിച്ച ആർട്ടിസ്റ്റ് അലക്സാണ്ടർ പ്രശാന്ത് എനിക്ക് ഏറ്റവും അടുത്ത. അപ്പം ചേട്ടനൊക്കെ അഭിനയിച്ച എന്നിട്ട് പോലും എനിക്കത് വീട്ടിലിരുന്ന് കാണാനുള്ള ക്ഷമ കിട്ടുന്നില്ല, എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. പറയുമ്പോൾ വീട്ടിൽ ഹോട്ട്സ്റ്റാറും ഈ പറയുന്ന എല്ലാ പ്ലാറ്റ്ഫോമും ഒക്കെ ഉണ്ട്, പക്ഷെ ഇരുന്ന് കാണാനുള്ള ക്ഷമയില്ല. എനിക്ക് എങ്ങനെയൊക്കെ നോക്കിയിട്ടും പറ്റുന്നില്ല. ഇപ്പോ എന്താ പറയാ, ഇങ്ങനെ ഒരുപാട് പേരുണ്ടാവും അല്ലെ OTT ഇങ്ങനെ കാണാത്തവര്, ചിലപ്പോ ഉണ്ടാകുമായിരിക്കാം. ഇപ്പൊ ദേവദൂതൻ ഇറങ്ങി, അപ്പൊ അതുപോലെ ദൃശ്യം 2 ഇറങ്ങണം എന്നുള്ള ആഗ്രഹമുണ്ടോ? അത് OTT തോന്നുന്നത്. അപ്പൊ ഒരു സിനിമാ പ്രേമിയുടെ ആഗ്രഹം എന്നുള്ള രീതിയിൽ അങ്ങനെ ഉണ്ടല്ലോ. എന്നെ പോലും ആഗ്രഹിക്കുന്ന ഒരുപാട് നൂറുകണക്കിന് ആൾക്കാർ കാണും. അതെ, ദൃശ്യം 2 ഈ പറഞ്ഞ പോലെ എല്ലാവരും കണ്ടു കാണും. ചുരുക്കം ചില ആൾക്കാർ ഈ പറഞ്ഞ പോലെ എനിക്ക് പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ. എന്നെ കൊണ്ട് ഒരു രീതിക്കും പറ്റാത്തതുകൊണ്ടാണ് വീട്ടിലിരുന്ന് കാണാൻ അതിനുള്ള ക്ഷമയില്ല. അതുകൊണ്ടാണ്. തിയേറ്ററിലാണെങ്കിൽ ഏത് പടം വന്നാലും തിയേറ്ററിൽ എല്ലാ പടവും ഓപ്പണിംഗ് ഷോ കണ്ടിരിക്കും. ഓപ്പണിംഗ് ഷോ എങ്ങനെയായാലും അന്നത്തെ ദിവസം കണ്ടു തീർക്കും, അല്ലെങ്കിൽ പിറ്റേ ദിവസമായിട്ടെങ്കിലും കണ്ടു തീർത്തിരിക്കും. പിറ്റേ ദിവസം ഒന്നൊരു ഇതില്ല, അന്ന് തന്നെ കണ്ടു തീർക്കും. മൊബൈലിൽ ഇതും പറ്റത്തില്ല. ഇടയ്ക്ക് ഗുരുവായൂരമ്പല നടയിൽ ഈ തിയേറ്ററിൽ നിന്ന് വേജൻ പിടിച്ചായിട്ട് കണ്ടല്ലോ. ആക്ച്വലി സത്യം പറഞ്ഞാൽ ഞങ്ങളൊക്കെ സിനിമ കാണുന്ന സമയത്ത് ഒരു വെയിലത്ത്, ഇപ്പോഴില്ല പണ്ട്, ഒരു വെയിലത്ത് ക്യൂ നിന്നിട്ടാണ് സ്കൂൾ കട്ട് ചെയ്ത് വന്നിട്ട്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ജോലി അല്ലെ വെള്ളിയാഴ്ചകളിൽ ജോലി കട്ട് ചെയ്ത് വന്നിട്ട് ഈ പൊരി വെയിലത്ത് ക്യൂ നിന്നിട്ടാണ് സിനിമകൾ കാണുന്നത്. അതേ പൊരി വെയിലത്ത് ക്യൂ നിന്ന് കൗണ്ടറിൽ പോയി ടിക്കറ്റ് എടുത്ത് ആ ഒരു വേർപ്പ് നനഞ്ഞിട്ടാണ് നമ്മൾ സിനിമ കാണുന്നത്. ഇന്നത്തെ പിള്ളേർക്ക് ഭയങ്കര ഈസിയാണ്. ടെലിഗ്രാം ഉണ്ട്, ഈ പറഞ്ഞ ടൊറന്റ് ഉണ്ട്, എളുപ്പത്തിൽ സിനിമ കാണാം. അന്നത്തെ ഫീൽ ഇന്നത്തെ പിള്ളേർക്കുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. മലയാള സിനിമയിൽ ഇപ്പോൾ നിരവധി പേര്, ഇപ്പോൾ ഒരുപാട് സംവിധായകരാണെങ്കിലും ആക്ടേഴ്സ് ഒക്കെ ആണെങ്കിലും ഇപ്പോൾ നമ്മുടെ സിനിഫൈലിൽ വരാറുണ്ട്, പോസ്റ്റ് ഇടാറുണ്ട്, അവരുടെ പ്രൊമോഷൻ വർക്കും കാര്യങ്ങളൊക്കെ അതിൽ അവർ നേരിട്ട് വരാറുണ്ട്. അപ്പോൾ പക്ഷേ ഏറ്റവും കൂടുതൽ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത് മറ്റ് നിരവധി നാനാ ഭാഷകളിൽ നിന്നുള്ള ഇപ്പോൾ നിരവധി പേരാണ് വന്നിട്ട് പോസ്റ്റ് ഇടുന്നതും കമന്റ് ഒക്കെ ഇടുന്നതൊക്കെ. അതിൽ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയത് ആശിഷ് വിദ്യാർത്ഥിന്റെ ഒരു പോസ്റ്റ് ആയിരുന്നു. അപ്പൊ അതിനൊക്കെ എങ്ങനെയാണ് നോക്കി കാണുന്നത്? ഇത്രയും താരങ്ങളൊക്കെ, അതും അന്യഭാഷകളിൽ നിന്ന് ഇത്രയും വലിയ വലിയ ആർട്ടിസ്റ്റുകളൊക്കെ വരുമ്പോൾ എങ്ങനെ അതിനെ നോക്കി കാണുന്നു? ആശിഷ് വിദ്യാർത്ഥിക്ക് മുന്നേ വെങ്കട് പ്രഭു സാറ് ഗ്രൂപ്പിൽ വന്നിട്ടുണ്ടായിരുന്നു. മാനാട് സിനിമ ഇറങ്ങിയ സമയത്ത് ഞാൻ സാറിനെ കോൺടാക്ട് ചെയ്തു. സാർ ഗ്രൂപ്പിനെ കുറിച്ച് പറഞ്ഞപ്പോഴത്തേക്ക് സാർ അന്നേരം തന്നെ ഗ്രൂപ്പിൽ വരികയും പുള്ളി പോസ്റ്റ് ഇടുകയും ചെയ്തു. അത് ഗ്രൂപ്പ് മെമ്പേഴ്സിന് ഭയങ്കര ഒരു അവർക്കിടയിൽ ഒരു വല്ലാത്തൊരു. അപ്പോൾ പിന്നെ അതങ്ങനെ. പിന്നെ ഈ കില്ല് നല്ല റീച്ചായല്ലോ. ആ സമയത്ത് തന്നെ ഞാൻ ഇൻസ്റ്റയിലാണെന്ന് തോന്നുന്നു ഡയറക്ടറെ കോൺടാക്ട് ചെയ്ത് നമ്മൾ ഗ്രൂപ്പിനെ കുറിച്ച് പറയുകയും ആധികാരികമായി സംസാരിക്കുകയും ചെയ്തു. അപ്പോൾ അന്നേരം തന്നെ പുള്ളി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു. ഗ്രൂപ്പിൻ്റെ ഒരു സംഭവം മനസ്സിലാക്കിയിട്ട് പുള്ളി പോസ്റ്റ് ഇട്ടു. അതാ. പിന്നെ ഈ ആശു വിദ്യാർത്ഥി, നമ്മൾ പുള്ളിയെ ഹേയ് മുളങ്കുഴി സഹദേവൻ, CD മൂസ, അത്രയേറെ ഇഷ്ടപ്പെട്ട ഒരു സിനിമ. അപ്പോൾ അദ്ദേഹത്തോട് സംസാരിക്കാൻ പറ്റിയത്, എനിക്ക് പുള്ളിയുടെ നമ്പർ കിട്ടി, ഞാൻ വിളിച്ചു, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ ഗ്രൂപ്പിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ പുള്ളി ഇത്രയും വലിയൊരു തരോ, പുള്ളി ക്ഷമയോടെ കേട്ട് നിന്നു. ഞാൻ പറയുന്നതൊക്കെ കേട്ട് നിന്ന് എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കി എനിക്ക് ഒരു ദിവസം സമയം തരണം, ഞാൻ നിങ്ങളുടെ ഗ്രൂപ്പൊന്ന് നോക്കട്ടെ, ഓക്കെ ആണെങ്കിൽ ചെയ്യാം എന്ന് ഞാൻ പറഞ്ഞത്. അത്രയും ക്ഷമയോടെ പുള്ളി കേട്ടു നിന്നിട്ട്, കാരണം ഞാൻ തമിഴും ഹിന്ദിയും മിക്സ് ചെയ്തിട്ടാണ് സംസാരിച്ചത്. അപ്പോൾ
പറഞ്ഞതുപോലെ പിറ്റേ ദിവസം അതിനകത്ത് ഞാൻ മാത്രമല്ല, എനിക്ക് തമിഴ് അറിയാവുന്നുള്ള ഒരു ചേട്ടൻ കൂടി ഇതിനിടയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, വെങ്കി എന്ന് പറഞ്ഞിട്ട്. പുള്ളി ഞാനോടാണ് ഇത് കൈകാര്യം ചെയ്തത്. അങ്ങനെ പുള്ളി പിറ്റേ ദിവസം ഗ്രൂപ്പിൽ ഞാൻ നോക്കി, പിറ്റേ ദിവസം സമയം വൈകുന്നേരം നോക്കിയപ്പോഴേക്കും ആർഷ വിദ്യാർത്ഥി ഗ്രൂപ്പിൽ പോസ്റ്റ് ഇട്ടേക്കുന്നു. ഞാൻ ഞെട്ടിപ്പോയി. നമുക്ക് ആ സമയത്ത് ഉണ്ടാകുന്നൊരു സന്തോഷമുണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാ. പുള്ളി ഗ്രൂപ്പിൽ വന്ന് അത് അത്യാവശ്യം നല്ല റീച്ച് കിട്ടി. പിന്നെ മഹാരാജന്റെ ഡയറക്ടർ ഇതേപോലെ ഞാൻ പോസ്റ്റ് കാണാനിടയായി. മഹാരാജയുടെ ഡയറക്ടർ സാറിന്റെയും, അതെ, അതും ഈ പറഞ്ഞ പോലെ ഭയങ്കര തമിഴായിരുന്നു. സിനിമയുടെ PR എന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നു. അപ്പോൾ പ്രതീക്ഷയുടെ അതിൻ്റെ ഇടയിൽ നല്ല സപ്പോർട്ട് ചെയ്ത് നമ്മളെ കുറിച്ചിട്ട് പ്രതീക്ഷയുടെ മാനവോളം സംസാരിക്കുകയും ഡയറക്ടറോട്, അങ്ങനെ ഡയറക്ടറുടെ നമ്പർ, പുള്ളി ഫേസ്ബുക്കില്ല ഡയറക്ടർക്ക്. അപ്പോൾ അങ്ങനെ പുള്ളി ഫേസ്ബുക്കിൽ ഞാനൊരു കണ്ടന്റ് തരാം, അത് പോസ്റ്റ് ചെയ്യാമോ എന്ന് എന്നോട് ചോദിച്ചു. അങ്ങനെ പുള്ളി ഒരു റൈറ്റപ്പ് എനിക്ക് എഴുതി വാട്സാപ്പിൽ അയച്ചു തന്നു. അതിന് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പുള്ളിയുടെ പെർമിഷനോട് കൂടി സിനിഫൈലിനകത്ത് പോസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് ഈ മഹാരാജ ടീംസ് ഇവിടെ വന്നു, നമ്മുടെ തിരുവനന്തപുരത്ത് പ്രൊമോഷൻ്റെ ഭാഗമായിട്ട്. അത് അങ്ങനെ ഞാൻ അദ്ദേഹത്തെ നേരിട്ട് കാണുകയും സംസാരിക്കുകയും കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പുള്ളി ഞെട്ടിപ്പോയി, നിങ്ങളാണല്ലേ വിളിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിക്കാം. ഇപ്പോൾ മലയാള സിനിമയിലുള്ള താരങ്ങളൊക്കെ സുഹൃത്തുക്കൾ ഒരുപാട് പേരുണ്ട്. അവരൊക്കെ ഇപ്പോൾ പ്രൊമോഷന്റെ ഭാഗമായിട്ട് മറ്റേ പേജിൽ വന്നിട്ട് പോസ്റ്റ് ഇടാറുണ്ട്, ഇന്ന സിനിമ ഇറങ്ങുവാണെന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പൊ കറണ്ട് ഞാൻ കണ്ടത് ആസിഫ് അലീന്റെ പുതിയ മൂവിൻ്റെതായിരുന്നു. അപ്പൊ അവര് പറഞ്ഞിട്ടാണോ അല്ലെങ്കിൽ അവരായിട്ട് വന്ന് ഇടുന്നതാണോ എന്നുള്ളൊരു സംശയം ഉണ്ടാവാം. അപ്പൊ അത് എന്താണ് ശരിക്കും സംഭവം? ഒരുപാട് പേര് അങ്ങനെ ക്വസ്റ്റ്യൻ ഉണ്ട്, പറഞ്ഞിടുന്നതാണ് അങ്ങനെയുള്ള. ഈ സിനിഫൈൽ എന്ന് പറയുമ്പോൾ ഇപ്പം ഈ ലോകത്തുള്ള എല്ലാവർക്കും സിനിഫൈൽ അറിയണമെന്നില്ലല്ലോ. അപ്പം ഞാൻ ഇപ്പോൾ വിസ്മയോട് ഇങ്ങനെ പ്ലാറ്റ്ഫോം ഉണ്ട്, നമുക്ക് സിനിഫൈൽ എന്ന പോലെ മൂവി ഗ്രൂപ്പ് ഉണ്ട്, അതിനകത്ത് വന്നു കഴിഞ്ഞാൽ നല്ല എഴുത്തുകൾ വായിക്കാം, നിങ്ങൾക്ക് എഴുതാൻ താല്പര്യം എഴുതാം എന്നൊക്കെ പറഞ്ഞാലേ വിസ്മയ്ക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അല്ലാണ്ട് അറിയാൻ പറ്റില്ല ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടെന്നുള്ളത്. ഇപ്പോൾ നിങ്ങളുടെ ചാനലിൽ എനിക്കറിയാൻ പറ്റത്തില്ലല്ലോ, അല്ലെങ്കിൽ അത്രത്തോളം എന്തെങ്കിലും വീഡിയോസോ പോസ്റ്റുകളോ കണ്ട് റീച്ച് ആയിരിക്കണം, അല്ലെങ്കിൽ നിങ്ങളിൽ ആരെങ്കിലും എനിക്ക് സജസ്റ്റ് ചെയ്യണം, ഇങ്ങനൊരു പേജ് ഉണ്ട്, ഫോളോ ചെയ്യണം. അങ്ങനെ ഞങ്ങൾ സിനിഫൈലിനെ കുറിച്ച് ഷെയർ ചെയ്യാറുണ്ട്. അങ്ങനെ ഷെയർ ചെയ്താണ് പുള്ളി എത്തിയതും. അപ്പം ഗ്രൂപ്പ് ഇത്ര അടിപൊളിയാണെന്ന് കണ്ടതുകൊണ്ട് മാത്രം തന്നെയാണ്, ഫാൻ ഫൈറ്റും വേറെ കാര്യങ്ങളൊന്നുമില്ല, പ്രശ്നമൊന്നുമില്ല എന്ന് കണ്ടതുകൊണ്ടാണ് ഒരു ഗ്രൂപ്പിലേക്ക് വരുന്നത്. ചേട്ടൻ്റെ ഇന്റർവ്യൂ കണ്ട സമയത്ത് ഏറ്റവും കൂടുതൽ തോന്നിയൊരു കാര്യം, പൊതുവെയിലത്ത് ആ ഒരു ടിക്കറ്റിന് വേണ്ടി, ആ സിനിമ കാണാൻ വേണ്ടിയിട്ട് ചുണ്ടുകുട്ടി അത്രയും കഷ്ടപ്പെട്ടൊരു സിനിമ കാണാൻ വേണ്ടി നിന്നിട്ടുള്ള ഒരു കാലം ഉണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് ഒരു മൂലയിലുള്ള ഒരു ഇലക്ട്രിസിറ്റി ബോർഡിൽ വർക്ക് ചെയ്യുന്ന ഒരാള്. അദ്ദേഹം ഇന്നിപ്പോ നമ്മുടെ തിയേറ്ററിന്റെ ഒരു ഫസ്റ്റ് ഷോയ്ക്ക് വരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ സ്വപ്നം തിയേറ്ററിൽ ഇങ്ങനെ കാണുകയാണ്, സിനിഫൈൽ താങ്ക്സ് കോട്ടില് സിനിഫൈലിന് കാണുന്നു. അതുപോലെ തന്നെ പല സിനിമയില് താങ്ക്സ് ടു വിജിത് വിജയൻ എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ആ ഒരു വികാരം എങ്ങനെയായിരുന്നു? കരഞ്ഞിട്ടുണ്ടോ? വികാരം എന്ന് പറയുമ്പോൾ രോമാഞ്ചം, അങ്ങനെ പേര് കാണിക്കുമ്പോൾ കണ്ണ് നിറഞ്ഞിട്ടുണ്ട്. കൂടെയുള്ള ആൾക്കാരൊക്കെ എണീറ്റ് കൈയടിച്ചിട്ടുണ്ട്, ഒരു സപ്പോർട്ടായിരുന്നു. വിജിത്തെണ്ണം എന്നൊക്കെ പറഞ്ഞിട്ട് കൈയടിച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനെ കൈയടിക്കുന്ന സമയത്ത് ഉദയനാണ് താരം സിനിമയില് സലിം കുമാരേട്ടൻ ഇരിക്കുന്ന ഒരു സീനുണ്ട്. അതിനിടയിൽ ഞാൻ ഇങ്ങനെ ഒരു നാണം കൂടി ഇങ്ങനെ നെഞ്ചുകരിച്ച്, അങ്ങനെ അതാണ് വികാരം, ഒരു മൊമെന്റ്. രോമം പൊങ്ങിക്കുക എന്നതിനാണ് ആ നിമിഷം. തിയേറ്ററിൽ ഇരുന്ന് കരഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ രോമൊക്കെ കുന്തിയിട്ടുണ്ട്. ആ സമയത്ത് ഫ്രണ്ട്സ് കൂടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഫാമിലിയിൽ നോക്കുന്ന സമയത്ത് ആരാണ് അത്രയും സപ്പോർട്ടായിട്ട് ഉണ്ടായിരുന്നത്? തിയേറ്ററിലൊക്കെ അവർ വന്നിട്ട് ഇങ്ങനെ കാണുമ്പോൾ ആ ഒരു എക്സൈറ്റ്മെന്റ് ഒക്കെ എന്തായിരുന്നു? ഫാമിലി സപ്പോർട്ട് അമ്മയും ഞാനോട്ട് സിനിമയ്ക്ക് പോലെ കുറവാണ്, അങ്ങനെ അധികം ഇല്ല. ഫാമിലി സപ്പോർട്ട് അമ്മ ഭയങ്കര സപ്പോർട്ടാണ്. അമ്മ എപ്പോഴും പറയാറുണ്ട്, നീ ഉറങ്ങി കിടക്കും പോലും നിന്റെ കൈവിരലുകൾ ഇങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കും. 24 മണിക്കൂറും മൊബൈലിലാണല്ലോ ജീവിതം, മൊബൈലിലാണല്ലോ. അപ്പം എപ്പോഴും പിന്നെ ഇപ്പൊ വീടിന്റെ അടുത്തുള്ളവർ അല്ലെങ്കിൽ അത്രയും ചുറ്റുവട്ടത്തുള്ള ആൾക്കാർക്ക് കളിയാക്കാറുണ്ടായിരുന്നു, 24 മണിക്കൂർ നീ മൊബൈലിൽ കുത്തി എൻ്റെ ലൈഫ് വേസ്റ്റാണ്. പിന്നെ ആരോ ഒരാൾ പറയുന്നില്ല, മരിച്ചു കിടക്കുമ്പോഴും നിന്റെ കൈ വിരലിങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കും. അങ്ങനെ അത്രത്തോളം ഉപയോഗമായിരുന്നു മൊബൈലിൽ. ഇപ്പോഴും ഉപയോഗത്തിന് കുറവൊന്നുമില്ല. നിരവധി സിനിമകൾ ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത് ചിലപ്പോൾ ദേവദൂതനായിരിക്കും. കാരണം അന്ന് അത്രയും ഇഷ്ടപ്പെട്ട് ചെയ്ത ഒരു
മൂവി ആയിരുന്നു അത് അദ്ദേഹം ആണെങ്കിലും ഡയറക്ടർ ആണെങ്കിലും എല്ലാവരും പറയുന്നുണ്ട്. അപ്പൊ അത് ഇപ്പൊ കണ്ടിട്ടുണ്ടായിരുന്നു, ദേവദൂതൻ സിനിമ കണ്ടിട്ടുണ്ടായിരുന്നു? ദേവദൂതൻ 3 പ്രാവശ്യം കണ്ടു. 3 പ്രാവശ്യം കണ്ടു. ഇപ്പൊ ഏരീസിലാണ് കണ്ടത്. ദേവദൂതൻ റിലീസിങ്ങിന്റെ അന്ന് ഞാൻ എറണാകുളത്തായിരുന്നു. അന്ന് സിബി സാറ് എന്നോട് പോയി സംസാരിക്കുകയും സാറ് സിനിമയ്ക്ക് കയറങ്ങണക്കിന് നിൽക്കുകയായിരുന്നു. അപ്പൊ എനിക്ക് അന്ന് അവിടെ കാണാൻ പറ്റിയില്ല. തിരുവനന്തപുരത്തോട്ട് വരുമായിരുന്നു. ഇവിടെ വന്നിട്ട് അന്നേരം കാണാൻ പറ്റില്ല. പിറ്റേ ദിവസം ഓടി 1 തിരുവനന്തപുരം ഏരിയ സ്റ്റേറ്റിലെ മാനേജർ എനിക്ക് ഏറ്റവും അടുത്ത പ്രിയപ്പെട്ട സുഹൃത്താണ്. അപ്പോൾ പുള്ളി പറഞ്ഞു, എടാ ഓടി 1 സിനിമയുണ്ട്, അവിടെ നിന്ന് കാണാം, ഓടി 1 നിന്ന് മാത്രം കണ്ടാൽ മതി എന്ന് പറയും. അങ്ങനെയാണ് ഓടി 1 സ്ക്രീനിൽ പടം കാണുന്നത്. അങ്ങനെ 2 പ്രാവശ്യം അവിടെ നിന്ന് കണ്ടു. പിന്നെ എനിക്ക് 3ാമത്തെ പ്രാവശ്യം മെനിഞ്ഞാന്ന് കാണാൻ വേണ്ടി പോവാണ്. കാണാൻ വേണ്ടി പോയപ്പോൾ ജസ്റ്റ് പടം തുടങ്ങി മ്യൂസിക് തുടങ്ങിയപ്പോഴത്തേക്കാണ് തിയേറ്ററിൻ്റെ അങ്ങോട്ട് എത്തുന്നത്. അപ്പം ഇച്ചിരി ദൂരെ നിന്നേ മ്യൂസിക് കേട്ടു. അപ്പം മ്യൂസിക് കേട്ട സമയത്ത് ഓടി തിയേറ്ററിൽ കയറുക. കാരണം സ്റ്റാർട്ടിങ് ആ മ്യൂസിക് കേൾക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യമാണ്. ഓടി ഇങ്ങനെ പോയിക്കൊണ്ടുപോയി എൻ്റെ ബാക്കിൽ വന്ന 2-3 ചേട്ടന്മാരുണ്ട്. അയ്യോ എൻ്റെ കാല് വയ്യല്ലോ, എനിക്ക് ഓടി കയറാൻ പറ്റുന്നില്ലല്ലോ, നിങ്ങൾക്കൊപ്പം എനിക്ക് ഓടി വരാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരു 2-3 ആൾക്കാർ ബാക്കിൽ നിന്ന് കമൻറ്റ് പറയുന്നുണ്ടായിരുന്നു. നമ്മൾ പെട്ടെന്ന് മ്യൂസിക് കാണാൻ വേണ്ടി ഓടി തിയേറ്ററിൽ കയറി. അപ്പം 3ാമത്തെ പ്രാവശ്യം കണ്ടിട്ടും ഞാൻ വിചാരിച്ചു ഉറങ്ങാൻ ചാൻസ് ഉണ്ട്, രാത്രിയാണ് 9:30 അങ്ങനെ, എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല, ഉറങ്ങാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ ഒരു സീന് പോലും ഉറങ്ങിയില്ല എന്നുള്ളതാണ് വല്ലാത്തൊരു ഭയങ്കര എക്സ്പീരിയൻസ്. അതെ, അതിൽ മാത്രമല്ല, ഇപ്പൊ ദേവദൂതൻ ഇറങ്ങിയ സമയത്ത് ഏറ്റവും നേരത്തെ നമ്മൾ കണ്ടിട്ടുണ്ട്, ഓക്കെ, പക്ഷെ ചില സീനൊക്കെ മിസ്സായിരുന്നു. അതെ, അതിൽ ഏറ്റവും കൂടുതൽ മിസ്സായ ഒരു സീന് ഏതാണെന്ന് തോന്നിയത്? സിനിമയിൽ ആവശ്യമില്ലാത്ത സീനെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞു. നല്ല അറ്റംപ്റ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ നമ്മുടെ മെയിൻ ഒരു ആക്ടർ ഉണ്ടായിരുന്നു അതില്, നമ്മുടെ ജഗതിച്ചേട്ടന്റെ സീന് കട്ടായിരുന്നു അതിൽ അനിവാര്യമല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ TV-യിൽ ആ സിനിമ കാണുന്ന സമയത്ത് CD ദേവദൂതന്റെ CD ഭീമോളി എന്നൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോഴും ഇരിപ്പുണ്ട്. TV-യിലൊക്കെ ആ സിനിമ പണ്ട് കുട്ടിക്കാലത്ത് കാണുന്ന സമയത്ത് ആ സീനൊക്കെ പറയുമെന്നറിഞ്ഞൂടെ, എന്നാലും പറഞ്ഞിട്ടുണ്ട് ആ സീനൊക്കെ ഭയങ്കര ചളിയാണെന്ന്. അപ്പം പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് ദേവദൂതൻ പരാജയമാണെന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ സീനൊക്കെ ചളിയായിരുന്നു എന്ന് ഞാൻ പല ആൾക്കാരോടും പറഞ്ഞിട്ടുണ്ട്. ആ സീനൊക്കെ ഭയങ്കര ബോറായിരുന്നു. പിന്നെ അതിന് ഇതുപോലൊരു മിസ്റ്ററി ഹൊറർ ത്രില്ലറിനകത്ത് ലാലേട്ടന് ഫൈറ്റിൻ്റെ ആവശ്യമുണ്ടോയെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരു മിസ്റ്ററി, അപ്പോൾ അതിനകത്തൊരു മാസ് വേണ്ട. അപ്പോൾ ലാലേട്ടന്റെ സ്റ്റാർട്ടിങ് ഫൈറ്റ് ഭയങ്കര മോശമായിരുന്നു. പക്ഷേ ഫൈറ്റ് കട്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റാർട്ടിങ് ഫൈറ്റ് കട്ട് ചെയ്തിട്ടുണ്ട്. അത് നല്ല തീരുമാനമായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. പിന്നെ ജെയ്തു സാറിന്റെ സീനൊക്കെ കട്ട് ചെയ്ത് അത് നല്ല തീരുമാനമായിരുന്നു. പക്ക എഡിറ്റിംഗ് ആണ് സിനിമ ഇപ്പോൾ റിലീസായിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പ്രോഗ്രാമിന്റെ വൈൻഡപ്പിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ലാസ്റ്റ് ആയിട്ട് ഞാൻ ചോദിക്കുന്നത് നമ്മുടെ സിനിഫൈലിന്റെ ഫ്യൂച്ചർ പ്ലാൻസിനെ കുറിച്ചിട്ടാണ്. എന്തൊക്കെ പ്രതീക്ഷിക്കാം നമ്മുടെ പ്രേക്ഷകർക്ക്? സിനിഫൈലിന്റെ ഫ്യൂച്ചർ പ്ലാൻ, ഞങ്ങൾ ഈ വർഷം ഒരു അവാർഡ് ആയിട്ട് അതിന്റെ പ്രോസസ്സിംഗിലാണ്. നടക്കുമോ ഇല്ലെന്നും അറിയില്ല, മാക്സിമം ട്രൈ ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഇനി എന്താണ് നമ്മുടെ സിനിഫൈൽ പ്രേക്ഷകരോട് പറയാനുള്ളത്? സിനിഫൈൽ പ്രേക്ഷകരെല്ലാം അടിപൊളിയാണ്. സിനിഫൈൽ പിള്ളേരൊക്കെ കിടിലങ്ങളാണ്, അടിപൊളിയാണ്. നന്നായിട്ട് എഴുതുന്ന ആൾക്കാരാണ്. ഞാനതൊക്കെ അവരുടെ മുമ്പിൽ ബിഗ് സീറോ ആണ്. അപ്പോൾ ഒരു അടിപൊളിയായിട്ട് എഴുതി നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന അനവധി ആൾക്കാരുണ്ട്. ഞാൻ നല്ല എഴുത്തുകൾ കാണുമ്പോൾ അവർക്ക് അങ്ങോട്ട് പേഴ്സണലി റിക്വസ്റ്റ് അയക്കും, മെസ്സേജ് അയക്കും. ഇന്ന് ഇച്ചിരി മുന്നേ ഒരാളുമായിട്ട് ഒരു എഴുത്താണ്, പുള്ളിക്ക് പേഴ്സണൽ ചാറ്റ് ചെയ്ത് പരിചയപ്പെട്ടു. അപ്പോൾ നന്നായിട്ട് എഴുതുന്ന അല്ലെങ്കിൽ നന്നായിട്ട് ആക്റ്റീവായി നിൽക്കുന്ന ആൾക്കാരാണ് സിനിഫൈലിലെ നെടുന്തൂണുകൾ. അവരുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ സിനിഫൈൽ പ്ലാറ്റ്ഫോം ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. അവർ തന്നെയാണ് ഗ്രൂപ്പിൻ്റെ മെമ്പേഴ്സ്. ഓരോ മെമ്പേഴ്സും അവർ ഇപ്പോൾ ഈ നമ്മുടെ നെൽമണികളും എന്നൊക്കെ പറയില്ലേ, അതുപോലെ അവർ തന്നെയാണ് ഗ്രൂപ്പിൻ്റെ നട്ടെല്ല്. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച്. ഇത്രയും നേരം സഹകരിച്ചതിന്, എന്നെ സഹിച്ചതിന് എല്ലാത്തിനും നന്ദിയുണ്ട്. അതേപോലെ തന്നെ ഇപ്പം നമ്മുടെ മലയാളം സിനിമ ഇൻഡസ്ട്രിയിൽ, അതുപോലെ തന്നെ മലയാളം സിനിമ ഗ്രൂപ്പുകളിൽ എന്നും ഒരു നെടുന്തൂണായിട്ട് തന്നെ ദ സിനിഫൈൽ വളരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ആൻഡ് താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.